അതെ, ഇപ്പോൾ പത്മ ജംഗ്ഷൻ പിന്നിട്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം ഈ കാക്കനാട്ടേക്ക് പോവുക അത്ര എളുപ്പമല്ല. അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള ദൂരം കുറവാണെങ്കിൽ പോലും ഇപ്പോൾ മെട്രോയുടെ രണ്ടാം ഘട്ട പണി നടക്കുന്ന സമയമാണ്. അതുകൂടാതെ തന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ ആളുകളടക്കമുള്ള ജോലി കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയമാണ്. വളരെ തിരക്കുള്ള സമയമാണ്. ഇതിനിടയിലാണ് ഈ ഇപ്പോൾ ഈ ഒരു പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ വഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഇടങ്ങളിലൂടെ കടക്കുക എന്ന് പറയുന്നത് വളരെ ആയാസകരമാണ്. പ്രത്യേകമായിട്ട് നിരവധി പോലീസുകാരെ അടക്കം ഈ ആശുപത്രിയിലടക്കം പോലീസിനെ വിന്യസിക്കേണ്ടി വന്നു. ഈ റോഡിലടക്കം വലിയ ഒരു ഗതാഗത കുരുക്കുണ്ട്. നിലവിലിപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും ഈ ജില്ലാ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജില്ലാ ജയിലിലേക്കുള്ള യാത്രയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് തൊട്ട് മുമ്പിലുള്ള വാഹനം, അതായത് സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ഈ വാഹനത്തിന് നടുക്കിരുത്തി ഇപ്പോൾ യാത്ര തുടരുകയാണ്. പോലീസ് അതിവേഗം ഈ ജയിലിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം അത് പൂർത്തിയാക്കുക തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കാക്കനാടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല തന്നെ ഇത് സംബന്ധിച്ച് ഈ റിമാൻഡ് ചെയ്യും എന്ന ഒരു കാര്യം ബോബി ചെമ്മണ്ണൂർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. പെട്ടെന്നാണ് റിമാൻഡ് എന്ന് കേൾക്കുകയും തുടർന്ന് ബോധരഹിതനായി അദ്ദേഹം വീഴുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് കൊണ്ട് കിടത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് വെള്ളവും മറ്റുമൊക്കെ കൊടുത്തി ഈ കസേരയിലേക്ക് ഇരുത്തി. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ബോബി ചെമ്മണ്ണൂര് മൊത്തത്തിൽ ആകെ മാറി മറിഞ്ഞ ഒരു ആളെ പോലെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിലാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്നിനി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കേസ് പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ പലരും പലതരത്തിലുള്ള കമന്റുകൾ, അതോടൊപ്പം തന്നെ ഇടുന്ന ആളുകൾക്കൊക്കെ ഒരു പാഠം എന്ന തരത്തിലാണ്. കാരണം ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് അത് BNS ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പായിട്ട് മാറുകയും അതിൽ ഇത്തരത്തിലൊരു പ്രമുഖ വ്യവസായി, അതും ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു വ്യവസായി ഇപ്പോൾ അതിന്റെ പേരിൽ റിമാൻഡിലാകുന്ന ഒരു സംഭവം, അത് സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഒരു വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് കൂടി മാറും എന്നതിൽ തർക്കമില്ല. നിലവിൽ ഇപ്പോൾ ഈ വാഹനം ഇപ്പോൾ പുല്ലേപ്പടി ഭാഗത്ത് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുല്ലേപ്പടി പിന്നിട്ടിരിക്കുന്നു. പുല്ലേപ്പടി പാലം കയറുകയാണ്. ഇത് കഴിഞ്ഞ് കാക്കനാടേക്ക് ഒരുപക്ഷെ പോവുക തമ്മനം വഴി ഒരുപക്ഷെ പോകാനാണ് സാധ്യത. കാരണം ഈ തൊട്ടപ്പുറത്ത് മെട്രോയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരിടമാണ്. വലിയ ഒരു തിരക്കുള്ള ഇടമാണ്. നിലവിലിപ്പോൾ പോലീസ് വാഹനം പുല്ലേപ്പടിയിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, പത്മ ജംഗ്ഷൻ കഴിഞ്ഞ് പുല്ലേപ്പടി പിന്നിട്ട് കാക്കനാടേക്ക് പോവുകയാണ് ഇപ്പോൾ.